അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനകത്ത് വരുന്നത് തൈര് ചേർത്തിട്ടുണ്ട്, ഗരം മസാല ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അത്രേ ഉള്ളൂ. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ല മാരിനേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഉള്ളി തക്കാളിയൊക്കെ വയറ്റുവാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുന്നത് കേട്ടോ. ഇവിടെയാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. അത് ശരിക്കും അതിൻ്റെ പച്ച ടേസ്റ്റ് മാറിയില്ലെങ്കിൽ കറി മൊത്തം മോശമായി പോകും. അതുകൊണ്ട് വയറ്റണ കൂട്ടത്തിൽ ഇട്ടാൽ മതി. ബാക്കി മസാലയൊന്നും ഇവിടെ പതുക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളി, തക്കാളി, സവാള പേസ്റ്റ്, കുറച്ച് പേസ്റ്റ് ആക്കിയാണ് എടുത്തത്. ബാക്കി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മെൽറ്റായിട്ടാണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. അതെന്നാൽ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്തൊരു വേപ്പിലയുടെ തണ്ട് കിടപ്പുണ്ട്, ഞാൻ എടുത്ത് കളയാത്തതാണ്. ഇത് നല്ല ഇത്രയും മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു തിക്കായിട്ടുള്ള സാധനമായിരിക്കും വരുന്നത്. പിന്നെ ലോ ഫ്ലെയിമിൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം, ഇതിൻ്റെ ഒരു മിക്സിങ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഒരുവിധം ഒരു മെഴുക്ക് പുരട്ടി പോലത്തെ ഒരു ചിക്കൻ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ ദുശീലങ്ങളുണ്ട്. ഇപ്രാവശ്യം മോർഫിയസാണ്, ഇന്ത്യൻ വിസ്കിയാണ്. നല്ലതാണ്, കുറേ നാളായി ഈ സാധനം കഴിച്ചിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചു, അതൊരു പെഗ് ഒഴിച്ചു. ഒരു പെഗ് 1.5 പെഗൊക്കെയാണ് ഞാൻ ഒരു ആഴ്ചയിൽ കഴിക്കുന്നത്. അതെടുത്തതിന് ശേഷം അതേപോലെ തിരിച്ചു വെച്ചു. വേറൊരു സംഭവമുണ്ട്, പാല്. നമ്മളിതിന് പാല് ചിക്കൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ വൈഫ് ഇല്ലാത്തതുകൊണ്ട് അവളുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. തേങ്ങാപ്പാലിലേക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഇതെൻ്റെ ട്രേഡ് സീക്രട്ടാണ്. ഉണ്ടാ കിടക്കണ നോക്കിയാൽ ആഹാ. നമ്മൾ വിത്തൗട്ട് സ്കിന്നാണ് കേട്ടോ. വിത്ത് സ്കിന്നാണെങ്കിൽ, നല്ല ചിക്കനാണെങ്കിൽ വിത്ത് സ്കിൻ ഇതേപോലെയൊക്കെ പാലൊക്കെ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കിട്ടിക്കൻ ഇറച്ചി കിട്ടും, കിട്ടിക്കൻ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ വേപ്പില 2 വട്ടം ഇടുന്നുണ്ട്. ആദ്യമേ ഒന്ന് ഇടുന്നുണ്ട്, പിന്നെ രണ്ടാമത് ഇടുന്നുണ്ട്. ഈ പ്രാവശ്യമാണ് നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് വീണ്ടും ഗരം മസാലയും കുരുമുളക് പൊടിയും ഒന്നുകൂടി ഇടുന്നുണ്ട്. ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോൾ മാത്രമേ ഇട്ടുള്ളൂ, പിന്നീട് ഇട്ടില്ലായിരുന്നു. പിന്നെ അവസാനത്തെ ഒരു സെറ്റിങ്സിലാണ് ഇടുന്നത്. ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണണേ.